ഹലോ വെൽക്കം ബാക്ക് ടു ലേണിനോ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് KTU BTech 2024 സ്കീം ഗ്രൂപ്പ് എ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് മൊഡ്യൂൾ 2 പ്രെഡിക്കേറ്റ്സ് ആൻഡ് ക്വാണ്ടിഫയേഴ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അപ്പോൾ നമ്മുടെ മാത്സിൽ എല്ലാ സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും മീനിങ് ഈ പ്രൊപ്പോസിഷണൽ ലോജിക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോഴാണ് നമ്മളൊരു പുതിയ ടോപ്പിക്കിലേക്ക് എത്തുന്നത്, അതാണ് പ്രെഡിക്കേറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രെഡിക്കേറ്റ് എന്താണെന്ന് നോക്കുന്നതിന് മുന്നേ ഫസ്റ്റ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് കൺസിഡർ ചെയ്യാം. എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 3. അപ്പോൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ എക്സ് എന്ന് പറയുന്നത് വേരിയബിളാണ് അല്ലേ, എക്സ് എന്ന് പറയുന്നത് ഒരു വേരിയബിളാണ്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ എക്സ് എന്താണ്, ഒരു സബ്ജക്റ്റാണ് അല്ലേ. അതായത് നമ്മളവിടെ ആ സ്റ്റേറ്റ്മെൻറ്റിൽ ആരിനെക്കുറിച്ചാണ് പറയുന്നത്, എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആ എക്സ് അവിടെ സബ്ജക്റ്റാണ്. വേരിയബിൾ പറഞ്ഞാൽ എന്താ, നമുക്ക് ഒരു പർട്ടിക്കുലർ വാല്യൂ ആണോ അതോ അതിന് ഒരുപാട് വാല്യൂസ് അസ്യൂം ചെയ്യാൻ പറ്റുമോ? വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ക്വാണ്ടിറ്റി വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് അല്ലേ, ഒരു പർട്ടിക്കുലർ വാല്യൂ അല്ല. സോ അവിടെ ആ ഒരു വേരിയബിളാണ് ഇവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സബ്ജക്റ്റ്. ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് പ്രെഡിക്കേറ്റ് ആണ് കേട്ടോ. പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ആ വേരിയബിൾ ഹോൾഡ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രെഡിക്കേറ്റ്. ദാറ്റ് ഈസ്, അപ്പോൾ ഇവിടുത്തെ ആ പ്രോപ്പർട്ടി എന്താ, ഈസ് ഗ്രേറ്റർ ദാൻ 3 ആണ് നമ്മുടെ പ്രെഡിക്കേറ്റ്. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദ പ്രോപ്പർട്ടി ദാറ്റ് ദ സബ്ജക്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ക്യാൻ ഹാവ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 3നെ നമ്മൾ പി ഓഫ് എക്സ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക കേട്ടോ. ഈ പി എന്ന് പറയുന്നത് പ്രെഡിക്കേറ്റ് അതായത് ഈസ് ഗ്രേറ്റർ ദാൻ 3യും എക്സ് എന്ന് പറയുന്നത് വേരിയബിളുമാണ്. ഓക്കെ, ഈ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് പി ഓഫ് എക്സിനെ നമ്മൾ ഇങ്ങനെയും പറയാറുണ്ട്, വാല്യൂ ഓഫ് ദ പ്രൊപ്പോസിഷണൽ ഫംഗ്ഷൻ പി അറ്റ് എക്സ്. ഇനി നമ്മളൊന്ന് ഒരു ഇത് ചെയ്യാൻ പോവാണ്. ആ എക്സിന് ഞാനൊരു വാല്യൂ കൊടുക്കാൻ പോവുകയാണേ. ആ വാല്യൂ കൊടുക്കുന്ന സമയത്ത് എന്തായിരിക്കും ആ സ്റ്റേറ്റ്മെൻറ്റിന് പറ്റുക? ഇപ്പോൾ എക്സിന് ഞാനൊരു 4 കൊടുക്കുകയാണ്. അപ്പോൾ 4 ഈസ് ഗ്രേറ്റർ ദാൻ 3. അപ്പോൾ നമുക്ക് അവിടെ ഒരു ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയാൻ പറ്റുന്നുണ്ടല്ലേ. അങ്ങനെ ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയാൻ പറ്റുന്ന സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എന്താ പറയുക, പ്രൊപ്പോസിഷൻ അല്ലേ. അപ്പോൾ നോക്കിക്കേ, ഈ പ്രെഡിക്കേറ്റിൽ ഈ വേരിയബിളായ എക്സിന് ഞാൻ ഒരു വാല്യൂ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അത് എന്തായി മാറി, പ്രൊപ്പോസിഷനായിട്ട് മാറി. ഓക്കെ, എക്സിന് ഞാൻ വാല്യൂ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഈ പ്രെഡിക്കേറ്റ് പി ഓഫ് എക്സ് എന്തായി മാറി, ഒരു പ്രൊപ്പോസിഷനായിട്ട് മാറി, അതിനൊരു ട്രൂത്ത് വാല്യൂ ഉണ്ട്. ഇനി എക്സാമ്പിൾ നോക്കാം. പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 3. എഗെയിൻ മുമ്പത്തെ അതേപോലത്തെ ഒരു ക്വസ്റ്റ്യനാണ്. അതിൽ നമുക്ക് കാണേണ്ടത് വാട്ട് ആർ ദ ട്രൂത്ത് വാല്യൂസ് ഓഫ് പി ഓഫ് 4 ആൻഡ് പി ഓഫ് 2. അപ്പോൾ ഇവിടെ ആദ്യത്തെ പി ഓഫ് 4ൽ നമുക്ക് എക്സിന് പകരം 4 ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ. അപ്പോൾ എന്താ വരിക, 4 ഈസ് ഗ്രേറ്റർ ദാൻ 3 ട്രൂ ആണ് അല്ലേ. ഓക്കെ, ഇനി അടുത്തത് പി ഓഫ് 2 പറയുമ്പോൾ എക്സിന് പകരം 2 ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 ഈസ് ഗ്രേറ്റർ ദാൻ 3 എന്ന് വരും, വിച്ച് ഈസ് ഫോൾസ്. ഇതാണ് ട്രൂത്ത് വാല്യൂസ് കാണാനേ പറഞ്ഞിട്ടുള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ എ ഓഫ് എക്സ് എന്ന് പറയണത് കമ്പ്യൂട്ടർ എക്സ് ഈസ് അണ്ടർ അറ്റാക്ക് ബൈ ആൻ ഇൻട്രൂഡർ. ഇതാണ് നമ്മുടെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് അടുത്ത ക്വസ്റ്റ്യനിൽ. പിന്നെ തന്നിരിക്കുന്നത് നമ്മൾ സപ്പോസ് ചെയ്യാണ് CS2ഉം മാത്ത് 1ഉം ആണ് അറ്റാക്ക് ചെയ്യപ്പെട്ട ലിസ്റ്റിലുള്ള കമ്പ്യൂട്ടേഴ്സ് കേട്ടോ. അപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ ട്രൂത്ത് വാല്യൂസ് ഓഫ് CS1, CS2, മാത്ത് 1. അപ്പോൾ നമുക്ക് ആദ്യം എ ഓഫ് CS1 നോക്കാം. എ ഓഫ് CS1 എന്ന് പറയുമ്പോൾ എക്സിന് പകരം നമ്മൾ CS1 ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ CS1 എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ലിസ്റ്റിലില്ല അല്ലേ, അറ്റാക്ക് ചെയ്യപ്പെട്ട ലിസ്റ്റിൽ ഇല്ല. അപ്പോൾ നമ്മുടെ എ ഓഫ് CS1ൻ്റെ വാല്യൂ എന്തായിരിക്കും, ഫോൾസ് ആയിരിക്കും. പിന്നെ നമുക്ക് തന്നിട്ടുണ്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ CS2ഉം മാത്ത് 1ഉം ആണ് ആ കമ്പ്യൂട്ടർ ലിസ്റ്റിലുള്ളത്. അപ്പോൾ ഈ എ ഓഫ് CS2ഉം എ ഓഫ് മാത്ത് 1ൻ്റെയും വാല്യൂ എന്തായിരിക്കും, ട്രൂ ആയിരിക്കും. അടുത്തത് ഇപ്പം നമുക്കൊരു ഡൗട്ട് ഉണ്ടാവാം, നമ്മൾ നേരത്തെ പ്രെഡിക്കേറ്റ്സിൽ ഒരു വേരിയബിൾ വെച്ചിട്ടാണ് പറഞ്ഞത്, പക്ഷെ ഒന്നിൽ കൂടുതൽ വേരിയബിൾസും നമ്മുടെ പ്രെഡിക്കേറ്റിൽ വരാട്ടോ. ഇപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് Q ഓഫ് XY. അവിടുത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയണത് എക്സ് ഈക്വൽ ടു y+3 ആണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ട്രൂത്ത് വാല്യൂസ് ഓഫ് Q ഓഫ് 1 2 ആൻഡ് Q ഓഫ് 3 0. അപ്പോൾ ഞാനിവിടെ ആദ്യം Q ഓഫ് 1 2ൽ എക്സിന് 1ഉം വൈക്ക് 2 ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താവും, Q ഓഫ് 1 2 എന്ന് പറയുമ്പോൾ അതായത്
1 ഈസ് ഈക്വൽ ടു 2 പ്ലസ് 3. 1 ഈസ് ഈക്വൽ ടു 2 പ്ലസ് 3 ആണോ? അല്ല. അപ്പോൾ അതെന്താണ്? അതിൻ്റെ വാല്യൂ ഫോൾസ് ആണ്. ഇനി അടുത്തത് Q ഓഫ് 3 0. Q ഓഫ് 3 0 എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൊപ്പോസിഷൻ എക്സിന് പകരം 3യും വൈക്ക് പകരം 0യും ആണ്. സോ 3 ഈക്വൽ ടു 0 പ്ലസ് 3 അത് നമുക്ക് ട്രൂ ആണ്. ഇനി അടുത്തത് ഇവിടെ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിട്ടില്ല. ആക്ച്വലി ഈ അതാ ഇവിടെ നമുക്ക് 3 വേരിയബിൾസാണ് വരുന്നത് അല്ലേ? XYZ ഉണ്ട്. അപ്പം അതാ XYZ ഉണ്ട്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല, വിട്ടുപോയതായിരിക്കും. അതായത് ഇവിടുത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയണത്, അതായത് പ്രെഡിക്കേറ്റ് എന്ന് പറയണത് R ഓഫ് XYZ എന്ന് പറയണത് ഈക്വൽ ടു R ഓഫ് XYZ എന്ന് പറയണത്, സോറി ഒരു മിനിറ്റ്, X പ്ലസ് വൈ ഈസ് ഈക്വൽ ടു സെഡ് ആണ് നമ്മുടെ ഇവിടുത്തെ പ്രെഡിക്കേറ്റ് കേട്ടോ. R ഓഫ് XYZ എന്ന് പറയുന്നത് എന്താണ്? X പ്ലസ് വൈ ഈസ് ഈക്വൽ ടു സെഡ് ആണ്. അപ്പോൾ ആദ്യത്തെ രണ്ടെണ്ണം നമ്മൾക്ക് ആഡ് ചെയ്താൽ മൂന്നാമത്തെ വാല്യൂ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കാണേണ്ടത് ഏതൊക്കെയാണ്? R ഓഫ് 1 2 3യും R ഓഫ് 0 0 1ഉം ആണ്. അപ്പോൾ R ഓഫ് 1 2 3 എന്ന് പറഞ്ഞാൽ എക്സിന് പകരം നമ്മൾ 1 ഇട്ട് കൊടുക്കുക, വൈക്ക് 2 ഇട്ട് കൊടുക്കുക, സെഡിന് 3 ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇത് എന്തായിരുന്നു? X പ്ലസ് വൈ ഈക്വൽ ടു സെഡ് ആണോ എന്ന് നോക്കണം. അപ്പോൾ 1 പ്ലസ് 2 ഈക്വൽ ടു 3 ആണ്. അപ്പോൾ R ഓഫ് 1 2 3ൻ്റെ വാല്യൂ എന്താണ്? ട്രൂ ആണ്. ഇനി R ഓഫ് 0 0 1 നോക്കാം. അപ്പോൾ എക്സിന് പകരം 0, വൈക്ക് പകരം 0, സെഡിന് പകരം 1. 0 പ്ലസ് 0 ഈക്വൽ ടു 1 ആണോ? അല്ല, വിച്ച് ഈസ് ഫോൾസ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പം n വേരിയബിൾസ്, ഇപ്പോൾ നമുക്ക് എത്ര വാല്യൂസ് വേണമെങ്കിലും വരാം, ഒന്നിൽ കൂടുതൽ വാല്യൂസ് വരാം കേട്ടോ. അപ്പം ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ n വേരിയബിൾസ് ഉണ്ടെങ്കിൽ n വേരിയബിൾസ് എന്ന് പറയുന്നത് എന്തൊക്കെ വരും? x1 x2 എക്സെട്ര xn വരികയാണെങ്കിൽ നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം: P ഓഫ് x1, x2, എക്സെട്ര xn. പിന്നെ ഈ പറഞ്ഞ ഈ P ഓഫ് x1, x2, എക്സെട്ര xn എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ദ പ്രൊപ്പോസിഷണൽ ഫംഗ്ഷൻ P അറ്റ് ദ n ടപ്പിൾ x1, x2, എക്സെട്ര xn. നമ്മൾ ഓർഡേഡ് പെയർ ആണ്, 2 എണ്ണം ഉള്ളതിനെ നമ്മൾ ഓർഡേഡ് പെയർ എന്ന് പറയും, 3 എണ്ണം ഉള്ളതിനെ ട്രിപ്ലറ്റ് എന്ന് പറയും. അപ്പോൾ അതുപോലെ ഈ പറഞ്ഞ n വാല്യൂസ് ഉള്ള ഈ പറഞ്ഞ ബ്രാക്കറ്റിൽ എഴുതണതിന് നമ്മൾ n ടപ്പിൾ എന്നാണ് പറയുക കേട്ടോ. ഓക്കെ, അങ്ങനെ n ടപ്പിൾ ആ ഒരു വാല്യൂവിലുള്ള പിയിൽ, അതായത് പ്രൊപ്പോർഷണൽ ഫംഗ്ഷൻ അറ്റ് n ടപ്പിളിൻ്റെ വാല്യൂ ആണ് ഈ പറഞ്ഞ P ഓഫ് x1, x2, എക്സെട്ര xn. ഓക്കെ, ഇനി ഇതിനെ പീനെ നമ്മൾ ഇങ്ങനെയും പറയാണ്ട് n പ്ലസ് പ്രെഡിക്കേറ്റ് എന്നും പറയാണ്ട്, അല്ലെങ്കിൽ n അറേ പ്രെഡിക്കേറ്റ് എന്നും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ n പ്ലസ് പ്രെഡിക്കേറ്റ് അല്ലെങ്കിൽ n അറേ പ്രെഡിക്കേറ്റ്. ഇനി അടുത്തത് നമുക്ക് പ്രീ കണ്ടീഷൻസ് ആൻഡ് പോസ്റ്റ് കണ്ടീഷൻസ് നോക്കാം. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ നമുക്ക് പ്രോഗ്രാംസ് എന്തിനാണ് എഴുതുന്നത്? അതായത് നമ്മളൊരു ഇൻപുട്ട് ഇട്ട് കൊടുക്കുന്നു, നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടുന്നു അല്ലേ? അപ്പോൾ ഈ പറഞ്ഞ നമ്മൾ ഇൻപുട്ട് ഇട്ട് കൊടുക്കുന്നു, അതുപോലെ തന്നെ ഡിസൈഡ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടണു. അപ്പോൾ അതിൽ ഈ പറഞ്ഞ നമുക്ക് കിട്ടുന്ന ഇൻപുട്ടാണ്, അതായത് വാലിഡ് ആയിട്ടുള്ള ഇൻപുട്ട്, നമ്മൾ ഇട്ട് കൊടുക്കുന്ന വാല്യൂസിനെയാണ് നമ്മൾ പ്രീ കണ്ടീഷൻ എന്ന് പറയുക. അതുപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വാല്യൂസിനെയാണ് പ്രീ കണ്ടീഷൻ എന്ന് പറയുക. അതുപോലെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടാണ് എന്ത്? പോസ്റ്റ് കണ്ടീഷൻ. ഓക്കെ, നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിനെയാണ് നമ്മൾ എന്ത് പറയുക? പോസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുക. അപ്പോൾ നമ്മളിവിടെ ഈ പറഞ്ഞ പോസ്റ്റ് കണ്ടീഷനും പ്രീ കണ്ടീഷനും പോസ്റ്റ് കണ്ടീഷനും ഇത് രണ്ടിനെയും ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രെഡിക്കേറ്റ്സ് യൂസ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അതായത് ഇതിൻ്റെ ഇൻപുട്ടും ഔട്ട്പുട്ടിനും ഇത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രെഡിക്കേറ്റ്സ് യൂസ് ചെയ്യാൻ പോവുകയാണ്. അതാണ് നമ്മൾ അടുത്തൊരു എക്സാമ്പിൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പ്രോഗ്രാമാണ് തന്നിരിക്കുന്നത്. അതായത് എക്സിനും വാല്യൂവിനും നമ്മൾ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ടത് എന്താണ്? രണ്ടും എൻ്റെ വാല്യൂ ഇൻ്റർചേഞ്ച് ചെയ്തിട്ട് വരണം. ഇപ്പോൾ എക്സിന് ഞാൻ സപ്പോസ് എയും വൈക്ക് ബിയും, ശരി, എക്സിന് എയും വൈക്ക് ബിയും കൊടുക്കാണ്ട് ഇപ്പോൾ വേറെ എന്താ കൊടുക്കുക? എക്സിന് 1ഉം വൈക്ക് 2ഉം കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എന്താ വരേണ്ടത്? എക്സിന് 2ഉം വൈക്ക് 1ഉം. അങ്ങനെ ഉള്ള ഒരു പ്രോഗ്രാമിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? പ്രെഡിക്കേറ്റ്സ് കണ്ടുപിടിക്കണം. പ്രീ കണ്ടീഷനും പോസ്റ്റ് കണ്ടീഷൻസും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് പ്രീ കണ്ടീഷൻസും പോസ്റ്റ് കണ്ടീഷൻസും എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രെഡിക്കേറ്റ്സ് കണ്ടുപിടിക്കണം. ഓക്കെ,
എന്നിട്ട് അതുപോലെ തന്നെ ഇവിടെയും പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഇവിടെ ആ വാലിഡ് ആയിട്ടുള്ള ആ പ്രോഗ്രാം എങ്ങനെ റൺ ചെയ്യണമെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ ഈ പ്രെഡിക്കേറ്റ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ പറയണം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം നമ്മുടെ പ്രീ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വാല്യൂ ആണ്. അപ്പോൾ അവിടെ നമ്മൾ പ്രെഡിക്കേറ്റ് എങ്ങനെ യൂസ് ചെയ്യാം? P(x(y) യൂസ് ചെയ്യാം അല്ലേ? അതായത് P(x(y) നമുക്കിവിടെ 2 എക്സും വൈയും ഇവിടെ വേരിയബിൾസ് വരുന്നുണ്ട്. അപ്പോൾ എക്സിനും വൈക്കും നമുക്ക് ഇവിടെ വാല്യൂസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പ്രെഡിക്കേറ്റ് നമ്മൾ ഇൻപുട്ട് അല്ലെങ്കിൽ പ്രീ കണ്ടീഷനെ P(x(y) വെച്ച് നമുക്ക് ഡിനോട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു വാല്യൂ അസ്യൂം ചെയ്യാം അല്ലേ? ആ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് x=a y=b ആണ് കേട്ടോ. എയും ബിയും എന്ന് പറയുന്നത് എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂസ് ആണ്. ഇത് നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യുന്നതിന് മുന്നുള്ള പ്രീ കണ്ടീഷനാണ് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ പോസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ടാണ്. നമ്മുടെ ഔട്ട്പുട്ടിനെ നമുക്ക് ഡിനോട്ട് ചെയ്യാൻ Q(x(y) യൂസ് ചെയ്യാം. നമുക്ക് ഔട്ട്പുട്ട് എന്താ കിട്ടേണ്ടത്? x=a y=bയും നമ്മൾ പ്രോഗ്രാമിൽ ഇട്ട് കൊടുത്താൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ടത് എന്താ? x=bയും y=aയും കിട്ടണം അല്ലേ? അപ്പോൾ അതാണ് ഔട്ട്പുട്ടിനെ നമ്മൾ അല്ലെങ്കിൽ പോസ്റ്റ് കണ്ടീഷനെ നമ്മൾ Q(x(y) എന്ന് പറഞ്ഞ പ്രെഡിക്കേറ്റ് യൂസ് ചെയ്തിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ പ്രോഗ്രാം എങ്ങനെ റൺ ചെയ്യണം നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മുടെ നമ്മുടെ പ്രീ കണ്ടീഷൻ P(x(y) ഹോൾഡ് ചെയ്തു അല്ലേ? അതായത് നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻ അല്ല, അതായത് നമ്മൾ ഇൻപുട്ട് ഇട്ട് കൊടുത്തു. ഇൻപുട്ട് എന്തായിരുന്നു? അതായത് x=aയും y=bയും. ഓക്കെ, അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. അപ്പോൾ ഇതിനർത്ഥം x=aയും y=b എന്ന് പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ temp x എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ വന്നിട്ട് temp എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് പോവുകയാണ് അല്ലേ? അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താണ് ഇവിടെ? എക്സിൻ്റെ വാല്യൂ നമ്മൾ ഇട്ട് കൊടുത്തത് a ആണ് അല്ലേ? അപ്പോൾ ഈ temp x എന്നാകുമ്പോൾ എക്സിൻ്റെ വാല്യൂ ഓഫ് x എന്ന് പറയുന്നത് ടെമ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങനെ പോണ സമയത്ത് നമ്മുടെ റിസൾട്ട് എന്തായിരിക്കും? ഫസ്റ്റ് സ്റ്റെപ്പിന് ശേഷം എക്സിനും a ആയിരിക്കും, ടെമ്പിനും a ആയിരിക്കും, പൈന് എന്തായിരിക്കും? b ആയിരിക്കും അല്ലേ? ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കാം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് x=y ആണ്. അതായത് വൈൻ്റെ വാല്യൂ എക്സിന് പോവും. വൈൻ്റെ വാല്യൂ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് x=yന്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പിന് ശേഷം എന്തായിരിക്കും? വൈൻ്റെ വാല്യൂ എക്സിന് കിട്ടും. ഓക്കെ, അപ്പോൾ വൈൻ്റെ വാല്യൂ എക്സിന് കിട്ടും പറഞ്ഞാൽ എക്സ് ബി ആണ്, ടെമ്പിന് a തന്നെയാണ്, വൈയും b തന്നെയാണ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ് ഇവിടെ? മൂന്നാമത്തെ സ്റ്റെപ്പ് ടെമ്പിൻ്റെ വാല്യൂ വൈക്ക് പോവും. ടെമ്പിൻ്റെ വാല്യൂ a ആണ്, അത് വൈക്ക് പോവും. അപ്പോൾ ലാസ്റ്റ് തേർഡ് സ്റ്റെപ്പിന് ശേഷം നമുക്ക് എന്ത് കിട്ടും? മുമ്പത്തെ പോലെ തന്നെ എക്സിന് വലിയ മാറ്റമൊന്നുമില്ല. എക്സിന് നമ്മൾ നേരത്തെ മാറിയിട്ടുണ്ടായിരുന്നു. x=a ആണ്, ടെമ്പ് a ആയി, വൈയും a ആയി. അപ്പോൾ നോക്കിക്കേ, നമുക്കിപ്പോൾ ഡിസൈഡ് ഔട്ട്പുട്ട് കിട്ടിയില്ലേ? എക്സ് എന്ന് പറയണത് b ആയി, വൈ എന്ന് പറയണത് a ആയി. വാല്യൂസ് തമ്മിൽ സ്വാപ്പ് ആയി അല്ലേ? അപ്പോൾ ഈ പ്രോഗ്രാം റൺ ചെയ്തതിന് ശേഷം നമ്മുടെ പോസ്റ്റ് കണ്ടീഷൻ ഹോൾഡ് ചെയ്യുകയാണ്. അപ്പോൾ പോസ്റ്റ് കണ്ടീഷൻ ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ട്രൂ ആയിട്ട് വരും അല്ലേ? അപ്പോൾ ഇതിൻ്റെ P(x(y)ൻ്റെ വാല്യൂ എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ക്വാണ്ടിഫയേഴ്സ് അസസ്മെൻറ്റ്. ഇനിയാണ് നമ്മൾ ക്വാണ്ടിഫയർ എന്താണെന്ന് നോക്കാൻ പോകുന്നത്. അതായത് നമ്മളിപ്പം ഒരു പ്രൊപ്പോസിഷണൽ ഫങ്ഷനിൽ വാല്യൂസ് അസൈൻ ചെയ്തിട്ട് നമ്മളതിനെ പ്രൊപ്പോസിഷൻ ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു അല്ലേ? എന്നിട്ട് നമുക്ക് ട്രൂത്ത് വാല്യൂസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് ആ വാല്യൂസ് അതായത് അങ്ങനെ ഇട്ട് കൊടുക്കുന്ന വേറൊരു മെത്തേഡാണ്. അതായത് ഈ പറഞ്ഞ പ്രൊപ്പോസിഷണൽ ഫങ്ഷനെ പ്രൊപ്പോസിഷൻ ആക്കാൻ വേണ്ടിയിട്ടുള്ള വേറൊരു മെത്തേഡാണ് ക്വാണ്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ടു ക്രിയേറ്റ് എ പ്രൊപ്പോസിഷൻ ഫ്രം എ പ്രൊപ്പോസിഷണൽ ഫങ്ഷൻ. ഇതിൻ്റെ വേറൊരു ഇമ്പോർട്ടൻറ്റ് വേ ആണ് ക്വാണ്ടിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം x greater than 3 എന്നും പറഞ്ഞാൽ ഏതൊക്കെ വാല്യൂസിന് നമുക്കിപ്പം കുറേ വാല്യൂസ് ഒരു സെറ്റ് ഓഫ് ഡൊമെയിൻ നമുക്ക് വെക്കാം അല്ലേ? ഇത് ട്രൂ ആവാൻ വേണ്ടിയിട്ട് ഇപ്പം എക്സിന് ഒരു വാല്യൂ മാത്രമല്ലാണ്ട് എക്സിന് ഒരുപാട് വാല്യൂസിനും ഇത് ട്രൂ ആണ് അല്ലേ? ഇപ്പം 4, 5, 6, 7 ട്രൂ ആണെന്ന് മാത്രമല്ല എക്സിന് കുറേ ഒരു റേഞ്ച് ഓഫ് വാല്യൂസിന് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിന് ട്രൂത്ത് വാല്യൂ ഉണ്ടാവും അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു റേഞ്ച് ഓഫ് എലമെൻറ്റ്സിന് നമ്മൾ ഈ പ്രെഡിക്കേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവാണ്. നമ്മൾ നേരത്തെ എക്സിന് ഒരു വാല്യൂ ഇട്ട് കൊടുത്തിട്ടാണ് ട്രൂത്ത് വാല്യൂ പറഞ്ഞത് അല്ലേ? പക്ഷെ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു റേഞ്ച് ഓഫ് എലമെൻറ്റ്സിനാണ് പറയാൻ പോകുന്നത്. അതായത് ഒരുപാട് എലമെൻറ്റ്സിന് ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ പറയാൻ പറ്റും.
അപ്പോൾ അതിനാണ് നമ്മൾ ഈ പറഞ്ഞ ക്വാണ്ടിഫയേഴ്സ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ആ ക്വാണ്ടിഫയേഴ്സാണ് ഓൾ, സം, മെനി, നൺ, ഫ്യൂ, ഇതൊക്കെ നമ്മൾ ക്വാണ്ടിഫിക്കേഷൻസിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ നമുക്ക് തൽക്കാലം പഠിക്കാനുള്ളത് 2 ക്വാണ്ടിഫിക്കേഷനാണ്. ഒന്ന് വന്നിട്ട് യൂണിവേഴ്സൽ ക്വാണ്ടിഫിക്കേഷനും പിന്നെ ഒന്ന് എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫിക്കേഷനും. യൂണിവേഴ്സൽ ക്വാണ്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ പ്രെഡിക്കേറ്റ് എല്ലാ വാല്യൂസിനും എല്ലാ എലമെൻറ്റിനും ഈ പ്രെഡിക്കേറ്റ് ട്രൂ ആയിരിക്കും. യൂണിവേഴ്സൽ ക്വാണ്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ദിസ് പ്രെഡിക്കേറ്റ് ഈസ് ട്രൂ ഫോർ എവറി എലമെൻറ്റ് അണ്ടർ കൺസിഡറേഷൻ. എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫിക്കേഷൻ ആണെങ്കിലോ അവിടെ ദർ ഈസ് 1 or more എലമെൻറ്റ് അണ്ടർ കൺസിഡറേഷൻ ഫോർ വിച്ച് ദ പ്രെഡിക്കേറ്റ് ഈസ് ട്രൂ. അപ്പോൾ യൂണിവേഴ്സൽ ക്വാണ്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന റേഞ്ച് ഓഫ് ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ ഒരു റേഞ്ച് ഓഫ് ആൾക്കാർക്ക് എല്ലാവർക്കും ഇത് ട്രൂ ആയാലേ ട്രൂ ആവുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഈ പറഞ്ഞ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫിക്കേഷൻ എന്ന് പറയുന്നതിൽ ആ പ്രെഡിക്കേറ്റ് എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫിക്കേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രെഡിക്കേറ്റിന് അറ്റ്ലീസ്റ്റ് ഒരാൾക്ക് ട്രൂ ആണെങ്കിൽ ആ പറഞ്ഞ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫിക്കേഷൻ യൂസ് ചെയ്ത പ്രെഡിക്കേറ്റ് എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. അതായത് നമ്മൾ ഒന്നും കൂടി ഞാൻ ക്ലിയറായി പറയാം. അതായത് നമ്മൾക്ക് ഒരു പ്രൊപ്പോസിഷണൽ ഫങ്ഷൻ ഉണ്ട് അല്ലേ, പ്രെഡിക്കേറ്റ് ഉണ്ട്. പ്രെഡിക്കേറ്റ് നമുക്ക് പ്രൊപ്പോസിഷൻ ആക്കാൻ പറ്റും ഡയറക്റ്റായിട്ട് നമുക്ക് എക്സിന് ഒരു വാല്യൂ ഇട്ട് കൊടുത്തിട്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് റേഞ്ച് ഓഫ് വാല്യൂസിന് ഇത് നമുക്ക് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് പറയാൻ പറ്റും. അങ്ങനെ ആ റേഞ്ച് ഓഫ് ആൾക്കാർക്ക് പറയാനാണ് ഒരു റേഞ്ച് ഓഫ് ആൾക്കാർ, അതായത് ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് പറയാൻ പറ്റും. അപ്പോൾ അതിനെ യൂസ് ചെയ്യുന്നതാണ് ഈ പറഞ്ഞ ക്വാണ്ടിഫയേഴ്സ് അസസ്മെൻറ്റ് എന്ന് ക്വാണ്ടിഫയേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ 2 ടൈപ്പാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് യൂണിവേഴ്സൽ ക്വാണ്ടിഫിക്കേഷനും അടുത്തത് എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫിക്കേഷനും. അപ്പോൾ ഈ പറഞ്ഞ റേഞ്ച് ഓഫ് ആൾക്കാരുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, റേഞ്ച് ഓഫ് നമ്പേഴ്സ് ഉണ്ടെന്ന്. അപ്പോൾ അതിൽ എല്ലാവർക്കും നമ്മുടെ തന്ന സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെങ്കിൽ യൂണിവേഴ്സൽ ക്വാണ്ടിഫിക്കേഷൻ, അങ്ങനെ എല്ലാവർക്കും ട്രൂ ആണെങ്കിൽ മാത്രമാണ് യൂണിവേഴ്സൽ ക്വാണ്ടിഫിക്കേഷൻ യൂസ് ചെയ്ത് പ്രെഡിക്കേറ്റ് ട്രൂ ആവുള്ളൂ. എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആ റേഞ്ച് ഓഫ് ആൾക്കാർക്ക് അറ്റ്ലീസ്റ്റ് ഒരാൾക്കെങ്കിലും ശരിയായാൽ ശരിയാവും. അപ്പോൾ മനസ്സിലായില്ലേ? ഓക്കെ, ഇനി ഈ പറഞ്ഞ പ്രെഡിക്കേറ്റും ക്വാണ്ടിഫയേഴ്സും ഡീൽ ചെയ്യുന്ന ഈ ഏരിയ ഓഫ് ലോജിക്കിനെ നമ്മൾ പ്രെഡിക്കേറ്റ് കാൽക്കുലസ് എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ നമുക്ക് യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ എന്താണെന്ന് നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ പ്രോപ്പർട്ടി എപ്പോഴാണ് ട്രൂ ആവുക? എല്ലാ വാല്യൂസ് ഓഫ് ദ വേരിയബിൾ ഇൻ ദ പർട്ടിക്കുലർ ഡൊമെയിൻ. അതായത് നമുക്കിവിടെ ഒരു ഡൊമെയിൻ ഉണ്ട് അല്ലേ. നമ്മൾ ഡൊമെയിൻ പറഞ്ഞാൽ എന്താ? നമ്മൾ ഈ എക്സിന് ഇട്ട് കൊടുക്കുന്ന വാല്യൂസ് ഇല്ലേ, ആ വാല്യൂസിൻ്റെ റേഞ്ചിന്, അതായത് റേഞ്ച് എന്ന് പറഞ്ഞാൽ കുറേ എണ്ണം ഉണ്ടാവുമല്ലോ, അതിനെയാണ് നമ്മൾ ഡൊമെയിൻ എന്ന് പറയുക കേട്ടോ. അപ്പോൾ അതിനെ നമ്മൾ ഡൊമെയിൻ ഓഫ് ഡിസ്കോഴ്സ് എന്ന് പറയും, അല്ലെങ്കിൽ യൂണിവേഴ്സ് ഓഫ് ഡിസ്കോഴ്സ് എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ സിംപ്ലി ഡൊമെയിൻ എന്നും പറയാറുണ്ട് കേട്ടോ. യൂഷ്വലി നമ്മൾ ഡൊമെയിനാണ് യൂസ് ചെയ്യാറ്. അങ്ങനെ നമുക്ക് അങ്ങനെ ഈ പറഞ്ഞ എല്ലാ വാല്യൂസിനെയും ട്രൂ ആണെന്ന് പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് യൂണിവേഴ്സൽ ക്വാണ്ടിഫിക്കേഷൻ. അപ്പോൾ യൂണിവേഴ്സൽ ക്വാണ്ടിഫിക്കേഷൻ പി ഓഫ് എക്സ് ഡൊമെയിൻ ഫോർ എ പർട്ടിക്കുലർ ഡൊമെയിൻ ഈസ് ദ പ്രൊപ്പോസിഷൻ ദാറ്റ് അസേർട്സ് പി ഓഫ് എക്സ് ഈസ് ട്രൂ ഫോർ ഓൾ എക്സ് വാല്യൂസ് ഓഫ് എക്സ് ഇൻ ദ ഡൊമെയിൻ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നുണ്ടായിരുന്നത്, റിപ്പീറ്റായി. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കൊരു ഡൊമെയിൻ ഉണ്ട്, ആ ഡൊമെയിനിൽ എല്ലാ വാല്യൂസിനും ട്രൂ ആണെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ യൂണിവേഴ്സൽ ക്വാണ്ടിഫിക്കേഷൻ യൂസ് ചെയ്ത പി ഓഫ് എക്സും ട്രൂ ആവും. ഇനി ഈ പറഞ്ഞ യൂണിവേഴ്സൽ ക്വാണ്ടിഫിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഡൊമെയിന് മാറുന്നതിനനുസരിച്ച് മാറാം കേട്ടോ. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ എക്സ് ഗ്രേറ്റർ ദാൻ 3. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളുടെ ഡൊമെയിൻ മാറ്റുന്നതിന് ഒന്നില്ലെങ്കിൽ നമുക്ക് ഡൊമെയിന് റിയൽ നമ്പേഴ്സ് കൊടുക്കാം, ചിലപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് കൊടുക്കാം. അപ്പോൾ അത് കൊടുക്കുന്നതിനനുസരിച്ച് ഇവരുടെ വാല്യൂസിന് വ്യത്യാസം വരും, സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ട്രൂത്ത് വാല്യൂസിന് വ്യത്യാസം വരും, അത്രേ ഉള്ളൂ. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം എപ്പോഴും ഡൊമെയിൻ എന്തായിരിക്കണം? സ്പെസിഫൈ ചെയ്തിരിക്കണം വെൻ എ യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ ഈസ് യൂസ്ഡ്. യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തായാലും ഡൊമെയിൻ യൂസ് ചെയ്തിരിക്കണം. ഓക്കെ, ഇനി യൂണിവേഴ്സൽ ക്വാണ്ടിഫയറിന് ഡിനോട്ട് ചെയ്യുന്ന നൊട്ടേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സ് ഫോർ ഓൾ വാല്യൂസ് ഓഫ് എക്സ് ഇൻ ദ ഡൊമെയിൻ ആണ്. അപ്പോൾ അതിൻ്റെ നൊട്ടേഷനാണ് ഇങ്ങനെ: ഫോർ all x p of x, which denotes the universal quantification of p of x. ഇനി അടുത്തത്, അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, ഈ ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സിനെ നമ്മൾ ഇങ്ങനെ റീഡ് ചെയ്യാം:
ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് അല്ലെങ്കിൽ ഫോർ എവരി എക്സ് പി ഓഫ് എക്സ് എന്ന് നമ്മൾ ഡിനോട്ട് പറയാറുണ്ട്. ഇനി അങ്ങനെ എപ്പോഴും ഈ യൂണിവേഴ്സൽ ക്വാണ്ടിഫിക്കേഷനിൽ എപ്പോഴും എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ശരിയാവണം എന്നില്ലല്ലോ, ചിലതിന് തെറ്റാവാമല്ലോ. എല്ലാത്തിനും നമ്മളിപ്പോൾ ഒരു വലിയൊരു റേഞ്ച് ആൾക്കാരാണ് എടുക്കുന്നത്, അപ്പോൾ അതിൽ ഒരാൾക്കെങ്കിലും ചിലപ്പോൾ തെറ്റ് വരാമല്ലോ, ഫോൾസ് ആവാമല്ലോ ട്രൂത്ത് വാല്യൂ. ആ ഫോൾസ് വരുന്ന ആ വാല്യൂവിനെയാണ് നമ്മൾ ഒരു എലമെൻറ്റ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആവുകയാണെങ്കിൽ നമുക്ക് റേഞ്ച് തന്നിട്ടുണ്ടാവും റിയൽ നമ്പേഴ്സോ എന്തെങ്കിലും. അതിലേതെങ്കിലും ഒരു വാല്യൂവിന് നമ്മുടെ പി ഓഫ് എക്സ് ഫോൾസ് ആണെങ്കിൽ അതിന് നമ്മൾ എന്താ പറയുക, കൗണ്ടർ എക്സാമ്പിൾ ടു ഫോർ എവരി എക്സ് പി ഓഫ് എക്സ് അല്ലെങ്കിൽ ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ്. ഇനി നമുക്ക് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ എപ്പോഴാണ് ട്രൂ ആവുക ഫാൾസ് ആവുക എന്നുള്ള ഈ ഒരു ടേബിൾ ഒന്ന് നോക്കാം. അപ്പോൾ ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് എക്സിസ്റ്റൻഷ്യൽ താഴെ കൊടുത്തിരിക്കുന്നത് ദർ എക്സിസ്റ്റ് എക്സ് പി ഓഫ് എക്സ് ആണ്. എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫിക്കേഷൻ അടുത്ത സ്ലൈഡിലാണ് വരുന്നത്, അതിനുശേഷം ഇവിടെ ഒന്ന് പറയാം കേട്ടോ. അപ്പോൾ ആദ്യം ഇപ്പോൾ നമുക്ക് എന്തായാലും തൽക്കാലം ഈ പറഞ്ഞ ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് നോക്കാം. അപ്പോൾ അതായത് പി ഓഫ് എക്സ് ഈസ് ട്രൂ ഫോർ ഓർ എവരി എക്സ്. എപ്പോഴാണ് ഫോൾസ് ആവുക, ദർ ഈസ് എൻ എക്സ്. ഒരാൾ തെറ്റിയാൽ നമ്മുടെ പി ഓഫ് എക്സ് എല്ലാം തെറ്റായിരിക്കും. നമുക്ക് തന്ന റേഞ്ചിൽ വാല്യൂസ് ഇട്ട് കൊടുക്കുന്ന സമയത്തേ അതിൽ ഒരാൾക്ക് തെറ്റിയാൽ തന്നെ നമ്മുടെ പി ഓഫ് എക്സിൻ്റെ ഈ യൂണിവേഴ്സൽ, അതായത് ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഈ പ്രെഡിക്കേറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വാല്യൂ എന്തായിരിക്കും, തെറ്റായിരിക്കും ഒരാൾ തെറ്റിയാൽ. പക്ഷെ എല്ലാവരും ട്രൂ ആയാൽ അതിൻ്റെ വാല്യൂ ട്രൂ ആയിരിക്കും. ഇനി അടുത്ത സ്ലൈഡ് പോവാം. ഓക്കെ, അപ്പോൾ ഈ സ്ലൈഡിൽ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പി ഓഫ് എക്സ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എക്സ് പ്ലസ് വൺ ഗ്രേറ്റർ ദാൻ എക്സ് ആണ്. വാട്ട് ഈസ് ദ ട്രൂത്ത് വാല്യൂ ഓഫ് ദ ക്വാണ്ടിഫിക്കേഷൻ ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വാണ്ടിഫിക്കേഷൻ. ഇതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡൊമൈൻ എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ പി ഓഫ് എക്സ് നമുക്കറിയാം, ഏതൊരു റിയൽ നമ്പർ എടുത്താലും എക്സിനെക്കാളും വലുതായിരിക്കും എക്സ് പ്ലസ് വൺ അല്ലേ. അതായത് ഇപ്പം എക്സിന് 1 കൊടുത്താൽ 1 + 1 2 ഗ്രേറ്റർ ദാൻ 1 ആണ്. പിന്നെ എക്സിന് 2 കൊടുക്കുമ്പോൾ 3 + 1 4 ഗ്രേറ്റർ ദാൻ 3 ആണ് അല്ലേ, 4 ഗ്രേറ്റർ ദാൻ 3. അപ്പോൾ നമുക്കറിയാം ഇത് എല്ലാ വാല്യൂസിനും ശരിയാണെന്നല്ലേ. സോ ബിക്കോസ് പി ഓഫ് എക്സ് ഈസ് ട്രൂ ഫോർ ഓൾ റിയൽ നമ്പേഴ്സ് എക്സ് ദെൻ ദ ക്വാണ്ടിഫിക്കേഷൻ ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ഈസ് ട്രൂ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിലെന്താ ചോദിച്ചിരിക്കുന്നത്, എന്താണ് അതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സിൻ്റെ ട്രൂത്ത് വാല്യൂ എന്താണ്, ട്രൂ ആണ്. കാരണം റിയൽ നമ്പേഴ്സിലെ എല്ലാ വാല്യൂസിനും ഇത് ശരിയാണ്. ഇനിയിപ്പോൾ നമുക്ക് 0 ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരാം. അപ്പോൾ 0 + 1 ഗ്രേറ്റർ ദാൻ 0, 1 ഗ്രേറ്റർ ദാൻ 0 അല്ലേ. ഓക്കെ, അപ്പോൾ എല്ലാ വാല്യൂസിനും ഇത് കറക്റ്റാണ്. ഇനിയിപ്പോൾ വേണമെങ്കിൽ നെഗറ്റീവ് നമ്പേഴ്സ് നമുക്ക് നോക്കാം. ഓക്കെ, എക്സിന് -1 കൊടുക്കാം. -1 + 1 ഗ്രേറ്റർ ദാൻ -1 എന്താ വരിക, 0 ഈസ് ഗ്രേറ്റർ ദാൻ -1 അല്ലേ. -1നേക്കാളും വലുതാണ് 0. അപ്പോൾ ഈ പറഞ്ഞ എന്താ പറയുക, അപ്പോൾ എല്ലാ റിയൽ നമ്പേഴ്സിനും നമുക്ക് ഇത് ട്രൂ ആണ് കേട്ടോ. അപ്പോൾ ഈ ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സിൻ്റെ വാല്യൂ ട്രൂ ആണ്. ഇനി അടുത്ത നമ്മുടെ പ്രെഡിക്കേറ്റ് ആണ് എക്സ് <2. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ ക്വാണ്ടിഫിക്കേഷൻ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഫോർ ഓൾ എക്സ് ക്യൂ ഓഫ് എക്സ് ആണ്. ഇവിടെ നമ്മുടെ ഡൊമൈൻ റിയൽ നമ്പേഴ്സ് ആണ്, റേഞ്ച് നമുക്ക് തന്നിരിക്കുന്ന റിയൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ എല്ലാ റിയൽ നമ്പേഴ്സിനും ഈ പറഞ്ഞ എക്സ് <2 ആണോ, അല്ലല്ലോ. ഈ 2 കഴിഞ്ഞിട്ടും കുറേ റിയൽ നമ്പേഴ്സ് നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. 2 വരെയൊന്നുമല്ല നമുക്ക് റിയൽ നമ്പേഴ്സ് ഉള്ളത്. ഇപ്പം 2 വരെയുള്ള നമ്പേഴ്സിന് ഓക്കെയാണ്. പക്ഷേ 2ന് ശേഷമുള്ളത് 3 <2 അല്ല, 4 <2 അല്ല, അങ്ങനെ എക്സെട്ര എങ്ങനെ കിടക്കണം, ഇൻഫിനിറ്റ് വരെ കിടക്കുന്നുണ്ട് റിയൽ നമ്പേഴ്സിന്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ എന്താ പറയുക, യൂണിവേഴ്സൽ ക്വാണ്ടിഫിക്കേഷൻ ഫോർ ഓൾ എക്സ് യൂസ് ചെയ്യുന്ന സമയത്ത് എല്ലാ വാല്യൂസും സെയിം ആയി, എല്ലാ വാല്യൂവും ട്രൂ ആയാൽ മാത്രമാണ് നമ്മുടെ ട്രൂത്ത് വാല്യൂ ട്രൂ ആവുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഏത് വാല്യൂവിന് ഇത് ശരിയാവില്ല. x = 3 കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ പറഞ്ഞ ക്യൂ ഓഫ് എക്സ് എന്താണ്, ഫോർ ഓൾ എക്സ് ക്യൂ ഓഫ് എക്സ് എന്തായിരിക്കും, ഫോൾസ് ആയിരിക്കും അല്ലേ. അപ്പോൾ ക്യൂ ഓഫ് 3 ഫോൾസ് ആണ്. അപ്പോൾ അതൊരു കൗണ്ടർ എക്സാമ്പിൾ ഫോർ ദ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അതിനൊരു കൗണ്ടർ എക്സാമ്പിൾ ഏതാണ്, x = 3 ആവുന്നത് ഒരു കൗണ്ടർ എക്സാമ്പിളാണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതിനാണോ ശരിയാവാത്തത് അത് നമ്മുടെ എന്താണ്, കൗണ്ടർ എക്സാമ്പിളാണ്. ഇനി നമുക്ക് എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ നോക്കാം. എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ എന്ന് പറഞ്ഞാൽ ഒരു എലമെൻറ്റിനെ കുറിച്ചാണ് പറയണത്. അതായത് നമുക്ക് ഒരു ഡൊമൈൻ തന്നിട്ടുണ്ട്, ഒരുപാട് വാല്യൂസ് ഇട്ട് കൊടുക്കാൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഒരാൾക്കെങ്കിലും ഈ പറഞ്ഞ നമുക്ക് തന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെങ്കിൽ ഇത് ട്രൂ ആയിരിക്കും. ഇത്രേ ഉള്ളൂ. എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ്, സച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സ്പ്രസ് ആൻഡ് യൂസിങ്, അതായത്
proposition is true if and only if the p of x is true for at least one of x in the domain. ഇതാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്, അറ്റ്ലീസ്റ്റ് വൺ. അവിടെ നമുക്ക് ഫോർ ഓൾ എക്സിനാണ്, ഇവിടെ അറ്റ്ലീസ്റ്റ് വൺ വാല്യൂ ഓഫ് എക്സിന് ഇത് ട്രൂ ആയാൽ നമ്മുടെ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ ശരിയായിരിക്കും. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ ഈ പറഞ്ഞ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ യൂസ് ഇതിൻ്റെ നൊട്ടേഷൻ വന്നിട്ട് ദർ എക്സിസ്റ്റ് എക്സ് പി ഓഫ് എക്സ് ആണ്. അപ്പോൾ അതെങ്ങനെ നമ്മൾ പറയുക, ദർ എക്സിസ്റ്റ് ആൻ എലമെൻറ്റ് എക്സ് in the domain such that the p of x. ഇതാണ് ഈ പറഞ്ഞ ദർ എക്സിസ്റ്റ് പി ഓഫ് എക്സ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ സിമ്പിൾ ആണ് നമ്മളിവിടെ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ എന്ന് വിളിക്കുന്നത്. ഈ പറഞ്ഞ സിമ്പിളിനെയാണ് ഈനെ നമ്മൾ തിരിച്ചിടുന്നത്. നമ്മൾ ഫോർ ഓൾ എന്ന് എഴുതിയത് എങ്ങനെയായിരുന്നു, ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ. ഓക്കെ, ഈ ഫോർ ഓൾ സിമ്പിൾ എന്ന് പറയുന്നത് എന്തായിരുന്നു, യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ ആണ് കേട്ടോ. അപ്പോൾ അടുത്ത എക്സാമ്പിൾ നോക്കാം. പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഗ്രേറ്റർ ദാൻ 3. അപ്പോൾ ഇവിടെ നമ്മൾ എക്സിസ്റ്റൻഷ്യൽ അതായത് ഈ ക്വാണ്ടിഫിക്കേഷൻ, അതായത് ദർ എക്സിസ്റ്റ് എക്സ് പി ഓഫ് എക്സിൻ്റെ ട്രൂത്ത് വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റിയൽ നമ്പേഴ്സാണ് നമുക്കിവിടെ ഡൊമെയിനായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 3 എല്ലാ വാല്യൂസിനും നമുക്ക് ശരിയാവണമെന്നില്ല, പക്ഷെ ഇവിടെ ഒരാൾക്ക് ശരിയായാൽ മതി അല്ലേ. അപ്പോൾ എന്തായാലും ഇത് ശരിയല്ലേ, നമുക്ക് എക്സ് ഈക്വൽ ടു 4ന് എന്തായാലും അത് ശരിയാണ്. 4 ഈസ് ഗ്രേറ്റർ ദാൻ 3. ഒരാൾക്ക് ശരിയായാൽ മതി, എല്ലാവർക്കും ശരിയാവണമെന്നൊന്നുമില്ല, അറ്റ്ലീസ്റ്റ് ഒരാൾക്ക് ശരിയായാൽ മതി. അപ്പോൾ 4ൻ്റെ അത് എന്തായാലും ശരിയാണ്. അപ്പോൾ നമ്മളുടെ ഈ പറഞ്ഞ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫിക്കേഷൻ്റെ വാല്യൂ എന്തായിരിക്കും വരിക, ട്രൂ ആണ് വരിക. ഓക്കെ, ഇനി അപ്പോൾ നമ്മളുടെ ഈ പറഞ്ഞ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫിക്കേഷൻ എപ്പോഴായിരിക്കും ഫോൾസ് ആവുക, നമ്മുടെ ഡൊമൈനിൽ എല്ലാ വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോഴും ട്രൂത്ത് വാല്യൂ എന്ത് വരണം, ഫോൾസ് വരണം. എല്ലാ വാല്യൂസും ഫോൾസ് ആയാൽ മാത്രമാണ് ഈ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ എന്താവുള്ളൂ, ഫോൾസ് ആവുള്ളൂ കേട്ടോ. It is false if and only if there is no element x in the domain for which p of x is true. Okay, അതുപോലെ there exists തന്നെയാണ് ഇവിടെ പിന്നെയും എഴുതിയിരിക്കുന്നത്. അതായത് there exists x p of x is false if and only if the p of x is false for every element of the domain. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയറും അതുപോലെ യൂണിവേഴ്സൽ ക്വാണ്ടിഫയറും. ഇനിയുണ്ട് എക്സാമ്പിൾ. അപ്പോൾ ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ആണേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ട്രൂത്ത് വാല്യൂ ഒന്ന് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഡൊമൈൻ എന്താണ്, റിയൽ നമ്പേഴ്സാണ്. അപ്പോൾ ഇവിടെ ക്യൂ ഓഫ് എക്സ് ഫോൾസ് ആണ് കാരണം ഇത് ഫോൾസ് അല്ലേ. അതായത് ഇപ്പോൾ എക്സിന് ഒരു വാല്യൂ എങ്കിലും ഒന്ന് പറയാൻ പറ്റും. ഇപ്പം എക്സിന് 0 ഇട്ട് കൊടുത്തു, 0 ഇട്ട് കൊടുത്താൽ 0 + 1, പക്ഷേ 0 ഒരിക്കലും 1 ആവില്ല. അതുപോലെ തന്നെ ഇപ്പം ഞാൻ 1 ഇട്ട് കൊടുത്തു എക്സിന്, 1 ഈസ് ഈക്വൽ ടു 1 + 1, ദാറ്റ് ഈസ് 1 ഈക്വൽ ടു 2. അതൊരിക്കലും അത് ഈക്വൽ ആവില്ല അല്ലേ. അപ്പോൾ അത് ഏതൊരു വാല്യൂ, ഇപ്പോൾ എക്സിന് ഏത് വാല്യൂ ഇട്ട് കൊടുത്താലും ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, ഇൻകറക്റ്റാണ്. കാരണം എക്സ് ഒരിക്കലും x + 1 ആവില്ല, 1 ഒരിക്കലും 2 ആവില്ല, 2 ഒരിക്കലും 3 ആവില്ല. അപ്പോൾ ഇതിന് ഏത് വാല്യൂ ഇട്ട് കൊടുത്താലും ഇത് എന്താവില്ല, ശരിയാവില്ല. അപ്പോൾ ഈ പറഞ്ഞ ക്യൂ ഓഫ് എക്സ് എന്താണ്, ഫോൾസ് ആണ്. അപ്പോൾ നമ്മുടെ ഈ ദർ എക്സിസ്റ്റ് എക്സ് ക്യൂ ഓഫ് എക്സ് എന്താ, അതിൻ്റെ വാല്യൂ എന്താണ്, ഫോൾസ് ആണ് കേട്ടോ. ഇനി നമുക്ക് യുണീക്ക്നെസ്. ഓക്കെ, ദ യുണീക്ക്നെസ് ക്വാണ്ടിഫയർ. അപ്പോൾ നമ്മൾ യൂണിവേഴ്സൽ ക്വാണ്ടിഫയറും എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയറൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ അപ്പോൾ ഇതുപോലെ ഇത് മാത്രമല്ല കേട്ടോ ക്വാണ്ടിഫയേഴ്സ് ഉള്ളത്, ഇതുപോലെ ഉണ്ട്. അതായത് ദർ ആർ എക്സാക്ട്ലി 2, ദർ ആർ നോ മോർ ദാൻ 3, ദർ ആർ അറ്റ്ലീസ്റ്റ് 100 അങ്ങനെ ഒരുപാട് എണ്ണം ഉണ്ട്. ഒരുപാട് ഇതേപോലെ ക്വാണ്ടിഫയേഴ്സ് ഉണ്ട്. എന്തായാലും നമ്മൾ പഠിക്കുന്നത് ഈ യൂണിവേഴ്സൽ ക്വാണ്ടിഫയറും എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയറും ആണ്. ഇനി ഇതിൽ ഒന്ന് പഠിക്കാനുള്ളതാണ് യുണീക്ക്നെസ് ക്വാണ്ടിഫയർ. യുണീക്ക്നെസ് ക്വാണ്ടിഫയർ എന്താ യുണീക്ക് എന്ന് പറഞ്ഞാൽ അവനെ പോലെ വേറെ ആരും ഉണ്ടാവില്ല അല്ലേ. ആ ഒരു വാല്യൂന് മാത്രമേ അത് ശരിയാവുള്ളൂ. അങ്ങനെ മനസ്സിലായില്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ യുണീക്ക്നെസ് ക്വാണ്ടിഫയറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെ. അതായത് ഇൻവേർട്ടഡ് ഇയും പിന്നെ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക്. ഓക്കെ, അത് പഠിച്ചാൽ മതി. ഓക്കെ, എക്സ്ക്ലമേഷൻ മാർക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ യുണീക്ക്നെസ് ക്വാണ്ടിഫയർ ഡിനോട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ എഴുതാൻ നമ്മൾ നൊട്ടേഷൻ, ദർ എക്സിസ്റ്റ് എക്സ് പിന്നെ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് എക്സ് പി ഓഫ് എക്സ്, ഇങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോൾ ഇതെന്താ സ്റ്റേറ്റ് ചെയ്യുന്നത്, ദർ എക്സിസ്റ്റ് യുണീക്ക് എക്സ് സച്ച് ദാറ്റ് പി ഓഫ് എക്സ് ഈസ് ട്രൂ. അതായത്
ഒരു എക്സേ ഉള്ളൂ, അത് ശരിയാവുന്ന രീതിയിൽ ഒരു എക്സേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം, ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ ക്ലിയർ ആവും. ഇതുപോലെ ദർ എക്സിസ്റ്റ് യുണീക്ക് എന്ന് പറയുന്ന പോലെ വേറെയും നമ്മൾ ഫ്രേസസ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ, യുണീക്ക്നെസ് ക്വാണ്ടിഫിക്കേഷൻ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് മാത്രമല്ല, യുണീക്ക് എന്ന് മാത്രമല്ല നമ്മൾ യൂസ് ചെയ്യാറ്, ഈ വേർഡ്സും യൂസ് ചെയ്യാറുണ്ട്. ദർ ഈസ് എക്സാക്ട്ലി വൺ, ഇത് യൂസ് ചെയ്യാറുണ്ട്. ദർ ഈസ് വൺ ആൻഡ് ഓൺലി വൺ, ഇങ്ങനെ പറഞ്ഞാലും യുണീക്ക്നെസ് ആണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. എക്സാക്ട്ലി വൺ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാളേ ഉള്ളൂ. ദർ ഈസ് വൺ ആൻഡ് ഓൺലി വൺ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാളേ ഉള്ളൂ. അതൊക്കെ മീൻ ചെയ്യുന്നത് യുണീക്കാണ്. അപ്പോൾ എപ്പോഴും യുണീക്ക് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. ഇങ്ങനത്തെ വേർഡ്സ് കണ്ടാലും യുണീക്ക്നെസ് ക്വാണ്ടിഫയർ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇത് നമ്മുടെ യുണീക്ക്നെസ് ക്വാണ്ടിഫയറിൻ്റെ സിമ്പിൾ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് എക്സ് മൈനസ് 1 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എക്സിന് ഏത് വാല്യൂ ഇട്ട് കൊടുക്കുമ്പോഴാണ് 0 ആവുക? എക്സ് മൈനസ് 1 ഈക്വൽ ടു 0, ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്. 2 ഇട്ട് കൊടുത്താൽ 0 ആവോ? 2 മൈനസ് 1 ഈക്വൽ ടു 0 ആവോ? ഇല്ല. 0 മൈനസ് 1 ഈക്വൽ ടു 0 ആവോ? ഇല്ല. എപ്പോഴാണ് 0 ആവുക? എക്സിന് 1 നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ മാത്രമാണ് എന്താവുള്ളൂ, എക്സിന് 1 ഇട്ട് കൊടുക്കുമ്പോൾ മാത്രമേ ഈ സ്റ്റേറ്റ്മെൻറ്റ് 0 ആവുള്ളൂ അല്ലേ. അപ്പോൾ അതൊരു യുണീക്കായിട്ടുള്ള വാല്യൂ ആണ് അല്ലേ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യുണീക്ക്നെസ് ക്വാണ്ടിഫയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഇപ്പം ഞാൻ ഇത്രയും ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം അതും ക്ലിയറായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തുണ്ടെങ്കിലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു. അതുവരെ എല്ലാവർക്കും.